സെന്റിമെന്റ്സ് ഉണ്ട് കേട്ടോ. കുറച്ച് നാളിവിടെ താമസിച്ചതാണല്ലോ. അപ്പോൾ കണ്ണൻകുട്ടിയും കല്യാണമൊക്കെ വീട്ടിലാണ്. ഞങ്ങൾ രണ്ടാളും വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഓണർ ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മറ്റേ അഡ്വാൻസിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ലാസ്റ്റാണ്, ഇനി വീട്ടിലേക്ക് വരാനായിട്ട് പറ്റില്ല. ഇത്ര ദിവസം എന്ന് പറഞ്ഞപ്പോൾ 12-ാം തീയതി പാല് കാച്ചിയെങ്കിലും ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാനോ സാധനങ്ങൾ കൊണ്ടുപോകാനോ അങ്ങനെയൊക്കെ ഈ വീട്ടിലേക്ക് വരായിരുന്നു. പക്ഷെ ഇന്നത്തോടും കൂടെ ഇനി ഈ വീടായിട്ട് ഒട്ടും ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ വീടിനോട് കുറേ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് മനസ്സിൽ. അപ്പോൾ എല്ലാം ചേട്ടനാട് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കുകയൊക്കെ ചെയ്തു. ഇതേ ഈ ഒരു ഏരിയയൊക്കെ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ വീഡിയോയിലൊക്കെ. ഈ ഒരു ഏരിയയിൽ ഞാൻ കാണുന്ന കല്ലുവിനെ പല്ല് തേപ്പിക്കാൻ വരുന്നതും ഈ റൂമായിരുന്നു കേട്ടോ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന റൂം. അപ്പം ഈ റൂമും പിന്നെ എല്ലാ സാധനങ്ങളും മാറ്റിയപ്പോൾ ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു കോലം. കിച്ചൺ ഭയങ്കര ആകെ ഇരുട്ട് പിടിച്ച് കിടക്കാം. മൊത്തത്തിൽ ഭയങ്കര ഒരു എന്താ പറയുക വിഷമമൊന്നുമല്ല. കാരണം നമ്മളിപ്പോൾ പുതിയ വീട്ടിലേക്ക് പോയി അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ വീടിനോട് കുറച്ച് നാളെ കൊണ്ടാണെങ്കിലും നല്ലൊരു അടുപ്പം തോന്നിയത്. പിന്നെ എൻ്റെ ഓരോരോ വലിയ വലിയ വളർച്ചകൾക്കും കാരണമായിട്ടുണ്ട് ഈ വീട്. ഈ വീട്ടിൽ നിന്നുകൊണ്ടാണ് പല പല കാര്യങ്ങളും എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഈ വീടിനോടൊരു ഭയങ്കര ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ അവസാനമാണ്. ഇനിയിപ്പോൾ ഈ വീട്ടിലേക്ക് ഒരു വെറുതെ പോലും വരാനായിട്ട് പറ്റില്ല. അല്ല ചേട്ടാ, ഈ വീടിനോട് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറയാം. അവിടെ നിൽക്ക് ചേട്ടന് ഫോണ് ക്യാമറ കണ്ടപ്പോൾ. അല്ല ചേട്ടാ, ഞങ്ങളപ്പോൾ ഈ വീടിൻ്റെ അടുത്ത് ഒരു ടാറ്റ ബൈ ബൈ പറയാം. കല്യാണിയും അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ലച്ചു ശിവാനിയൊക്കെ ഇരുന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കളിച്ചിരുന്നതും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ എല്ലാം പുതിയ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഓണറെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിന്നപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. കണ്ണനും കല്യാണമൊന്നും വന്നിട്ടില്ല, ഞങ്ങൾക്ക് അവിടെയാണ്. കണ്ണനോട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നിന്ന് പറയുകയാണെങ്കിൽ കണ്ണനത് ഭയങ്കര വിഷമമൊക്കെ വരും. ആള് ഇത്തിരി മൊത്തത്തിലൊരു സെൻറ്റിമെൻറ്റ്സൊക്കെ കൂടുതലുള്ളൊരു കൂട്ടത്തിലാണ്. കല്യാണി ഇങ്ങനെ പറയും ഇവിടേക്കൊക്കെ കൂടെ വീടിൻ്റെ കാര്യമൊക്കെ പറയുമെങ്കിൽ ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആൾക്ക് അറിയില്ല, ആളുടെ പ്രായം അതാണല്ലോ. പക്ഷെ കണ്ണിനെല്ലാം എല്ലാ ഫീലിങ്സും അവനുണ്ട്. അപ്പോൾ ഈ വീടിനോട് ടാറ്റ ബൈ ബൈ.